പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത് NIS +2 ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സിലെ എക്കണോമിക്സ് കോഡ് നമ്പർ 318 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 9ാമത്തെ ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2ാമത്തെ പാർട്ട് വീഡിയോസ് ആണ്. ക്വാർട്ടർ ഡീവിയേഷൻ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷമുള്ള പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ സിലബസും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. അവർ മൊത്തം പാഠഭാഗത്തിൻ്റെ 60% മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ള 40% പബ്ലിക് എക്സാമിന് ഒഴിവാക്കുന്നത് അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. ആ 60%ത്തിൽപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് 8ാമത്തെ ചാപ്റ്ററാണ് തുടങ്ങിയത്, പിന്നെ 9ആണ്. ഓക്കെ, ഇനി വരും വീഡിയോയിൽ മറ്റുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആകും. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ പഴയ സിലബസ് തന്നെ പഴയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫോളോ ചെയ്താൽ മതി. ഈ 2 ബാച്ചിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നമുക്കറിയാം ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ വന്നാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളതിൻ്റെ പ്രാക്ടീസ് കൂടിയാണ് നമ്മൾ ബോർഡിൽ എഴുതി ചെയ്തത്. 9ാമത്തെ ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ ആണ്. മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ നമ്മൾ റേഞ്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ ക്വാർട്ടർ ഡീവിയേഷന് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും എങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഇക്വേഷൻസ് നമുക്ക് ഏകദേശം സെയിം ആണ്. ഇൻഡിവിജ്വലും ഡിസ്ക്രീറ്റിലും ക്വാർട്ടർ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് QD അതിന്റെ ഷോർട്ട് ഫോം ആണ്. ഈക്വൽ ടു Q3 - Q1 / 2. ഇതാണ് ഇൻഡിവിജ്വലും. ഇതേ ഇക്വേഷൻ തന്നെയാണ് ഡിസ്ക്രീറ്റിലും. അപ്പൊ ഇതിൽ Q3 എങ്ങനെ കണ്ടുപിടിക്കാം? Q1 ഇത് രണ്ടും കിട്ടിയാലാണ് ക്വാർട്ടർ ഡീവിയേഷൻ കിട്ടുള്ളൂ. Q1 കണ്ടുപിടിക്കുന്നത് സൈസ് ഓഫ് മീഡിയം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ n+1/2 അല്ല 4 ആണ്. ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 4 ആണ്. ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 4 ആണ്. മീഡിയം എന്ന് പറയുമ്പോൾ ഹാഫ് ആണ്. മീഡിയം എന്ന് പറയുമ്പോൾ n+1/2 ആണ്. അത് ഹാഫ് ആണ്, മിഡ് ആണ്. എന്നാൽ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ കാഭാഗാണ്. അപ്പോൾ 4 ആണ് ഇവിടെ കൊടുക്കുന്നത്. ഈ Q3 ആകുമ്പോൾ സൈസ് ഓഫ് 3 × 3 എന്ന് പറയുമ്പോൾ 3 × n+1/4 ആയിട്ടും എന്നതാണ്. ഇതേപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് QD ഇവിടെ കാണുക Q3 - Q1 / Q3 + Q1 ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, മീഡിയത്തിലെ നിയമമാണ് ഇവിടെ ബാധകം. മീഡിയത്തിൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ തന്നിരിക്കുന്ന ഡാറ്റയെ ഒന്നില്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യണം. ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ആക്കിയതിനു ശേഷമേ മീഡിയം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതേ നിയമം തന്നെയാണ് ഏതിനും വരുന്നത്. ക്വാർട്ടർ ഡീവിയേഷൻ തന്നിരിക്കുന്ന ഡാറ്റയെ ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ ആക്കിയതിനു ശേഷം മീഡിയം കണ്ടുപിടിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഫൈൻഡ് ക്വാർട്ടർ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് QD ആണ്. 120, 150, 150, 100, 190, 170, 200. അപ്പൊ തന്നിരിക്കുന്നത് ക്രമമാണോ നോക്കണം. ആരോഹണ ക്രമം അല്ല. അപ്പൊ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആക്കാം. ഫസ്റ്റ് നമ്മൾ 120 എഴുതാം. 120, പിന്നെ അത് കഴിഞ്ഞാല് 120 100 ആണ് ഏറ്റവും ചെറുത് അല്ലേ. 100 ആണ് ഏറ്റവും ചെറുത്. 100, 120, അത് കഴിഞ്ഞാല് 150 അല്ലേ. പിന്നെ 170, പിന്നെ 170 രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ 2 അടുപ്പിച്ച് എഴുതാം. 190, പിന്നെ ഒന്നുകൂടി ഉണ്ട് 250. ഇനി നമ്മൾ എണ്ണി നോക്കണം. 1, 2, 3, 4, 5, 6, 7 കൂടി അതിനെ നോക്കാം. 1, 2, 3, 4, 5, 6, 7 ഐറ്റം തന്നെയാണ്. അപ്പൊ ഓർഡറിലായി ക്വസ്റ്റ്യൻസ് ഓർഡറിലല്ലെങ്കിൽ ഓർഡറിലാക്കണം. അത് എല്ലാത്തിലും ഇല്ല. മീഡിയം കാണുമ്പോഴും ക്വാർട്ടർ ഡീവിയേഷൻ. ഇനി ഇക്വേഷൻ ആണ് ക്വാർട്ടർ ഡീവിയേഷന്റെ ഇക്വേഷൻ Q3 = Q3 - Q1 / 2 ആണ്. അപ്പൊ നമ്മൾ Q1 കണ്ടുപിടിക്കണം. Q1 = സൈസ് ഓഫ് n+1/. ഇതേ ഇക്വേഷൻ ആണ് ഇവിടുത്തെ നിയമം കേട്ടോ. ഈ ഇക്വേഷൻ മനസ്സിലാക്കണം. പരീക്ഷയ്ക്ക് ആദ്യ ഇക്വേഷൻ എഴുതുക. സൈസ് ഓഫ് n+1/4. n എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര ഉണ്ടാവും? 1, 2, 3, 4, 5, 6, 7. 7 + 1 അതേപോലെ തന്നെ ഇട്ടാ /4 ആയിട്ട് ഈക്വൽ ടു 8/4 എന്നപ്പോൾ 2ാമത്തെ ഐറ്റാണ് Q1 എന്ന് പറയുന്നത്. 2ാമത്തെ ഐറ്റം ഇതിൽ ഏതാ? 120 അല്ലേ. ഇതാണ് Q1 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ Q1 = 120. Q1 = 120. സിമ്പിൾ ആയി കണ്ടുപിടിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഏത് കണ്ടുപിടിക്കണം? Q3 ഇതേപോലെ കാണും. Q3 = size of
എത്ര 3 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്നത് തന്നെ കൊടുക്കാം കേട്ടോ. 7 പ്ലസ് 1 ഡിവൈഡ് ബൈ 4. അപ്പോൾ 3 ഇൻറ്റു 8/4 8/4 എന്ന് പറയുമ്പോൾ 2 അല്ലേ. അപ്പോൾ 6th ഐറ്റം എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് ആറാമത്തെ? 1 2 3 4 5 6 190. ഇതാണ് Q3 എന്ന് പറയുന്നത്. 6th ഐറ്റം 190. അപ്പോൾ Q3 നമുക്ക് 190 കിട്ടി അല്ലേ. Q1 എത്രയും കിട്ടി? 120 കിട്ടി. ഇനി നേരെ ഇക്വേഷനിൽ കൊടുത്താൽ മതി. QD Q3 മൈനസ് Q1 അല്ലേ. അപ്പോൾ QD Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ Q3 എത്ര നമുക്ക് ഇവിടെ കിട്ടി? 190 അല്ലേ. 190 മൈനസ് Q1 എത്ര? 120 ഡിവൈഡ് ബൈ 2 എത്ര വരും? 190 120 പോയാൽ എത്രയാണ്? 20/2 10. അപ്പൊ നമുക്ക് ക്വാർട്ടർ ഡീവിയേഷൻ. ഇനി ഇതേപോലെ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാം. കോഎഫിഷ്യന്റ് നമുക്ക് Q3 മൈനസ് Q1. Q3 എത്ര? 190 മൈനസ് 120 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1. അപ്പൊ 190 പ്ലസ് 120. അപ്പൊ 20 ഡിവൈഡ് ബൈ 190 120 എത്ര? 210 310. ഇതൊരു 0 ഞാൻ വെട്ടിക്കളഞ്ഞു. 2/31 എത്രയാണെന്നുള്ളതാണ്. ഇത് നമ്മൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും സൈഡിൽ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. 2 ആയിരിക്കണം 31. 2-ൽ പോകില്ല, പോയിന്റ് 20-ൽ പോകില്ല, 200 നോക്കാം. അപ്പൊ ഇവിടെ 0 ചേർക്കാം. 200-ൽ എത്ര 31 ഉണ്ട് എന്ന് അറിയാം? 6 ആണ് കേട്ടോ. 6 പ്രാവശ്യം പോയിന്റ് 0 കേട്ടോ. പോയിന്റ് 06 ആണ് വരുന്നത്. ഒന്ന് ശ്രദ്ധിക്കാണ്ട് കേട്ടോ. ഓരോന്നിന്റെ ഇക്വേഷൻ കറക്റ്റ് കണ്ടുപിടിക്കണം. ഇതേ രീതി തന്നെയാണ് നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസിലും. ഇപ്പൊ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡാറ്റ ഓർഡർ ആണോ നോക്കാം, ആരോഹണ ക്രമത്തിലാണോ നോക്കാം. 5 10 15 20 ശ്രദ്ധിക്കണം. നമ്മൾ എഫ് നോക്കണ്ട, എക്സ് ഓർഡർ ആണോ നോക്കിയത്. എക്സ് ഓർഡർ ആണ്. ഇനി ഇവിടെ നമുക്ക് സി എഫ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. സി എഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ എഫ് 2 2 3 5 5 5 10 10 9 19. സി എഫിൽ ലാസ്റ്റ് 19 ആണ്. അതേ ടോട്ടൽ തന്നെ ആയിരിക്കണം എഫിലും വരുന്നത്. 2 3 5 5 10 9 19 19 ആണ് എൻ എന്ന് പറയുന്നത് കേട്ടോ ടോട്ടല്. ഇനി നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ക്വാർട്ടർ ഡീവിയേഷന്റെ ഇക്വേഷൻ ഇതേ ഇക്വേഷൻ QD Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2 ആണ്. അതിൽ Q1 നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. Q1 സൈസ് ഓഫ് n പ്ലസ് 1/4 ആണ്. 4 ആണ്. അപ്പൊ n എന്ന് പറയുന്നത് എത്ര? 19 ആണ്. 19 പ്ലസ് 1 ഡിവൈഡ് ബൈ 4. 20/4 അഞ്ചാമത്തെ ഐറ്റം. അപ്പൊ 5th ഐറ്റം ആണ് ഇത് വന്നത്. 5th ഐറ്റം എന്ന് പറയുമ്പോൾ ഇത് നോക്കാം. 5 ഇതിൽ ഏതാ വരിക? ഇതല്ലേ 5 വരുന്നത്. ഇതാണ് 5th ഐറ്റം. അതിന് നേരെയുള്ള എക്സ് എടുക്കുക. അതാണ് Q1. 10 ആണ് Q1. ഇതുപോലെ Q3 കാണാം. Q3 സൈസ് ഓഫ് 3 ഇൻറ്റു n പ്ലസ് 1/4 ആണ്. അപ്പൊ 3 ഇൻറ്റു എത്രയാണ്? n പ്ലസ് 1/4 എന്ന് പറയുമ്പോൾ എത്ര? 20/4 അല്ലേ. 20/4 ഈക്വൽ ടു 3 ഇൻറ്റു അപ്പൊ 20/4 5 ആണ്. 15ാമത്തെ ഐറ്റം. 15ാമത്തെ ഐറ്റത്തിൽ നോക്കാം. ഏതാണ് 15 വരുന്നത്? 10 കഴിഞ്ഞിട്ടാണ് 15 വരുന്നത്. അപ്പൊ ഈ 19 നേരെ ആയിരിക്കും 15ാമത്തെ ഐറ്റം. 15ാമത്തെ ഐറ്റം നോക്കാം. ഇവിടെ 20 ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. QD Q3 മൈനസ് Q1 ആണ്. 20 മൈനസ് 10 ഡിവൈഡ് ബൈ 2. അപ്പൊ എത്ര? 10/2 5. QD എന്ന് പറയുന്നത് 5 ആണ്. ഇതേപോലെ കോഎഫിഷ്യന്റ് ഓഫ് QD ആണ്. Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1. അപ്പൊ 20 മൈനസ് 10 ഡിവൈഡ് ബൈ 20 പ്ലസ് 10. 10/30 ഈക്വൽ ടു 1/3. 1/3 പറയുമ്പോൾ എത്ര? 3.33 വരും കേട്ടോ. എപ്പോഴും നമ്മൾ കോഎഫിഷ്യന്റ് ആൻസർ ഒന്നിൽ കൂടാൻ പാടില്ല, ഒന്നിൽ കൂടുതലായിരിക്കും. ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റ് സീരീസിലും ഇൻഡിവിജ്വൽ സീരീസിലും വരുന്നത്. ഇതിന്റെ പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഗൈഡിലുണ്ട്. നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ PM കോൺടാക്ട് ചെയ്താൽ മതി, ടെക്സ്റ്റ് മെസ്സേജ് വരും. ഇനി നമുക്കിത് കണ്ടിന്യൂസ് സീരീസ് കണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്തും. NSS SSLC +2
വിവിധ ക്ലാസ്സുകൾക്കും അഡ്മിഷൻ 1 മാസം കൊണ്ട് SSLC +2, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ഗൾഫിലുള്ളവർക്ക് നാട്ടിലെ ലീവിന് വരുന്ന സമയത്ത് എക്സാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും എക്സാമിന് പോയി എഴുതാൻ പറ്റുന്നില്ല, ബോസ് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിൽ ഓൺലൈനായി വീട്ടിലിരുന്ന് പരീക്ഷ എഴുതേണ്ട SSLC +2 നമ്മൾ കൊടുക്കുന്നുണ്ട്. ശ്രീനാരായണ അതുപോലെ IGNOU യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.